നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ നിലവിലെ ജില്ലകൾ ചിലത് വിഭജിച്ച് പുതിയ ജില്ലകൾ രൂപീകരിക്കാനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നത്. എറണാകുളം ജില്ല മുറിച്ച മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി മൂവാറ്റുപുഴയിൽ ഉറപ്പു നൽകി. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ്റെ ആവശ്യത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം തുടങ്ങിയ മലയോര മേഖലകൾ ഉൾപ്പെടുത്തി പുതിയ ജില്ല വന്നാൽ മലയോര മേഖലയുടെ വികസന മുരടിപ്പിന് പരിഹാരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്നാൽ സ്വാഭാവികമായും നിലവിലെ പല ജില്ലാ വിഭജന ആവശ്യങ്ങളും കമ്മീഷന് മുന്നിൽ വരും. അതിൽ ഏറ്റവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 42 ലക്ഷത്തോളം ആളുകളെ പേറുന്ന മലപ്പുറം ജില്ല വിഭജിക്കുക എന്ന ആവശ്യമാണ്. ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന 33 ലക്ഷം ആളുകൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരം ജില്ല വിഭജിച്ച് നെയ്യാറ്റിൻകര ജില്ല വേണമെന്ന ആവശ്യവുമുണ്ട്. 1984 പത്തനംതിട്ടയും കാസർഗോഡും രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ പുതിയ ജില്ലകൾ വന്നിട്ടില്ല. പക്ഷേ ഈ പറയും പോലെ അത്ര എളുപ്പമല്ല ജില്ലാ വിഭജനം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയെ മൂവാറ്റുപുഴ ജില്ലയുടെ ഭാഗമാകാൻ അനുവദിക്കില്ലെന്ന് PJ ജോസഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മലപ്പുറം വിഭജനത്തിൽ അതിലും വലിയ തർക്കങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ജില്ലകൾ വന്നതുകൊണ്ട് മാത്രം വികസന മുരടിപ്പിന് പരിഹാരമാകുമോ, അതോ താൽക്കാലിക രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ ഈ ജില്ലാ വിഭജന നീക്കങ്ങൾ നടത്തുന്നത്? ജില്ലാ വിഭജനത്തിൽ കാര്യമുണ്ടോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്ന് ആദ്യ പ്രേക്ഷകനായി പ്രതികരിക്കുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ജില്ലകൾ വിഭജിക്കാൻ വേണ്ടി കേരളത്തിൽ നടപ്പാക്കും എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിക്കുന്നു. മൂവാറ്റുപുഴയിൽ പുതിയൊരു ജില്ല വേണമെന്ന ആവശ്യത്തോട് അനുകൂലമായ ഒരു പ്രതികരണവും ഉണ്ടാകുന്നു. സമാനമായ രീതിയിൽ തന്നെ മലപ്പുറത്ത് പുതിയ ജില്ല വേണം, വിഭജിക്കണം എന്നുള്ള ആവശ്യമുണ്ട്. തിരുവനന്തപുരം ജില്ല വിഭജിക്കണം എന്ന ആവശ്യമുണ്ട്. അല്ലാതെ പല സ്ഥലങ്ങളിലും ഈ സമാനമായ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യമാകുന്ന ഒന്നാണോ? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. ഇത് 5 ഇന്ദിരാ ഗ്യാരണ്ടി കൊണ്ടുവന്നിട്ടൊന്നും നടപ്പിലാക്കാൻ ഇവിടെ സാധിച്ചിട്ടില്ല. ഇത് വെറും മോഹന വാഗ്ദാനങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓരോരോ ജില്ലയും ഇങ്ങനെ വിഭജിക്കണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. അതെല്ലാം പരിഹരിച്ചു കൊടുക്കാൻ ഈ ഗവൺമെന്റ് സാധിക്കുമോ? ഈ ഗവൺമെന്റിന്റെ പൊള്ള വാഗ്ദാനല്ലേ 5 ഇന്ദിരാ ഗ്യാരണ്ടി. അങ്ങനെ പൊള്ളയ വാഗ്ദാനമാണെന്ന് പറയുന്നത് അവർ കയറി 1 മാസത്തിനുള്ളിൽ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഒന്ന് നടപ്പാക്കി. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി പൊള്ളയ വാഗ്ദാനമാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ ഇനിയും കാലമുണ്ട്. 3000 രൂപ പെൻഷൻ ആക്കുന്നതിന്റെ 100 രൂപ കൂട്ടി ഓണത്തിന് അങ്ങനെ 3000 രൂപ പെൻഷൻ ആക്കുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ 3000 രൂപ ആക്കാൻ പറ്റും. കഴിഞ്ഞ സർക്കാർ ശ്രീ കുഞ്ഞഹമ്മദ് അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനൊരു അത് പഠിച്ചിട്ടും അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ എപ്പോഴാണ് കുഞ്ഞഹമ്മദ് നിൽക്കൂ കഴിഞ്ഞ സർക്കാർ എപ്പോഴാണ് ഈ ക്ഷേമ പെൻഷന്റെ തുക കൂട്ടിയത്? കഴിഞ്ഞ സർക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിവൃത്തിയാക്കി. അല്ല, അത് ഇവർ കൂട്ടുമെന്ന് പറഞ്ഞ് കയറിയതിന്റെ പിറ്റേ ദിവസം തന്നെ കൂട്ടുമെന്നല്ല പറഞ്ഞത്. കൂട്ടിയില്ലെങ്കിൽ അന്നേരം ആലോചിക്കാം, കൂട്ടിയില്ലെങ്കിൽ അന്നേരം ജനം തള്ളുവരെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ തന്നെ അവർ കൂട്ടില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. 600 രൂപ ഉമ്മൻചാണ്ടി പോയവരോട് കൊടുത്തു. 600 രൂപ ഉമ്മൻചാണ്ടി പോയതല്ലല്ലോ. ഇപ്പോഴത്തെ ആ കാലമൊക്കെ കഴിഞ്ഞില്ല. ആ കാലം കഴിഞ്ഞ് പുതിയ കാലത്തെ കാര്യങ്ങളല്ലേ ഇപ്പോൾ സംസാരിക്കുന്നത്. 100 രൂപ ഓണത്തിന് കൂട്ടി കൊടുക്കണ പാവപ്പെട്ട ഇതൊക്കെ വേണ്ടിട്ട് കൊടുത്തിനോ? ശ്രീ കുഞ്ഞഹമ്മദ്, ഈ സർക്കാർ കയറിയിട്ട് എത്ര കാലമായി? 5 കൊല്ലത്തെ കയറിയ ഒരു സർക്കാർ. അത് അല്ലല്ല, താങ്കൾ അങ്ങനെ പറയരുത്. വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്, വെറുതെ ആരോപണം ഉന്നയിക്കുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ് കേൾക്കൂ, താങ്കളൊന്ന് കേൾക്കൂ. ശ്രീ കുഞ്ഞഹമ്മദ്, ഒരു സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കും, വെറുതെ ഉന്നയിക്കും. അത് താങ്കൾക്ക് അഭിപ്രായം കാണും. അങ്ങനെ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഇല്ലാത്തത് കൊണ്ടാണല്ലോ UDF ഇത്രയും വലിയ വിജയം നൽകിയത്. മുഖ്യമന്ത്രിയല്ലേ കേരളം ഭരിക്കുന്നത്? എങ്ങനെയാണ് 10,000 രൂപ ടാറ്റ കൂടെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് വന്ന് പറഞ്ഞിട്ട് ടാറ്റ വിറ്റേന്ന് പറഞ്ഞത് അങ്ങനെ ഒരു വാഗ്ദാനം ഞാൻ നവീകരിക്കുന്നതല്ലേ പറഞ്ഞു? എന്താ കേട്ടില്ല, മനസ്സിലായില്ല. താങ്കൾ പറഞ്ഞെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ടാറ്റ 10,000 കോടി രൂപ ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നു പറഞ്ഞ മുഖ്യമന്ത്രിയല്ലേ കേരളം ഭരിക്കുന്നത്? ടാറ്റയുടെ പ്രസ്താവന നമ്മൾ കേട്ടതല്ലേ? ഒരു ഉറുപ്പിക നിക്ഷേപിച്ചിട്ടില്ലല്ലോ. ശ്രീ കുഞ്ഞഹമ്മദ്,
അത്തരം കാര്യങ്ങളൊക്കെ നിക്ഷേപിക്കുമോ ഇല്ലയോ എന്നതൊക്കെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ല, താങ്കളൊന്ന് കേൾക്കൂ. താങ്കൾ ഈ നുണയൻ എന്ന് പറഞ്ഞ ഈ നുണയൻ എന്ന് താങ്കളുടെ പാർട്ടിക്കാരുമെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളെയാണ് കേരളത്തിലെ ജനം വിശ്വസിച്ച് ഭരണം ഏൽപ്പിച്ചത്. കേരളത്തിലെ സാധാരണ ഭൂരിപക്ഷമല്ല, അസാധാരണമായ ഭൂരിപക്ഷം നൽകി ഭരണം ഏൽപ്പിച്ചത് വി.ഡി. സതീശനെയാണ്. അതിന്റെ കാരണം എന്താണ്? കേരളത്തിലെ ജനത്തിന് അദ്ദേഹം നുണയനാണ് എന്നുള്ള അഭിപ്രായമില്ല എന്ന് തന്നെയല്ലേ? ഇനിയെങ്കിലും താങ്കൾ ഇത്തരം അഭിപ്രായങ്ങൾ മാറ്റി ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിൽക്കൂ. പ്രതിപക്ഷം 3 മാസം കേട്ടോ, ബാക്കി സമയം കാണിച്ചു കൊടുക്കാടേക്ക്. കളം കാണിച്ചാൽ മതി. അത് ഇപ്പോഴേ നുണയൻ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. 100 വട്ടം വീതം നുണയൻ എന്ന് പറഞ്ഞതിനനുസരിച്ച് ആളുകൾ ആ പാർട്ടിയുടെ പരാജയം അത്രത്തോളം വലുതായി. എന്നിട്ടെങ്കിലും അത് തിരുത്താനല്ലേ നോക്കേണ്ടത്? അതിന് പകരം വീണ്ടും അതേ പല്ലവി ആവർത്തിച്ചാൽ മതിയോ? ശരി, അല്ല, അതാ പറഞ്ഞത്. കേരളത്തിലെ ജനത്തിന് ആരും നൊണേശൻ എന്ന് വിളിക്കുന്നില്ല. കേരളത്തിലെ ജനം ഭൂരിപക്ഷം പേര് വിളിക്കുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. നടക്കാൻ പോകുന്നില്ല. ശരി, കുഞ്ഞാമതിനെ അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം ആർക്ക് അനുകൂലമാണോ അവരാണ് ഭരിക്കുന്നത്. ഭൂരിപക്ഷത്തിന് അങ്ങനെ അഭിപ്രായമില്ല എന്നതിൻ്റെ തെളിവാണ് വോട്ടിൽ അവർക്ക് അത്രയേറെ ഭൂരിപക്ഷം കിട്ടിയത്. ഇനിയെങ്കിലും എന്തുകൊണ്ടാണ് തോറ്റത് എന്നതെങ്കിലും ആലോചിക്കൂ. ശരി, ശ്രീ ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, ഇപ്പോൾ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ഒരു ജില്ല വേണം എന്നുള്ള ആവശ്യം മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നു. അത് പരിഗണിക്കാമെന്നും കേരളത്തിൽ അങ്ങനെ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ തന്നെ ഈ സർക്കാർ വെക്കും എന്നും മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും പല ജില്ലകളും, മലപ്പുറമുണ്ട്, തിരുവനന്തപുരമുണ്ട്, അങ്ങനെ പല ജില്ലകളുടെയും വിഭജന ആവശ്യങ്ങൾ മുന്നിൽ നിൽപ്പുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ എത്രത്തോളം സാധ്യമാണ്? എങ്ങനെയാവും അത്? ഗുഡ് ഈവനിങ്. ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. ഓക്കെ, താങ്ക് യു. എനിക്ക് പറയാനായിട്ടുള്ള ഡീലിമിറ്റേഷൻ കമ്മിറ്റിയോ ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് എല്ലാ പാർട്ടിക്കാരും ഉണ്ടോ? അല്ല, കമ്മീഷനിൽ എല്ലാ പാർട്ടിക്കാരും കാണില്ല. കമ്മീഷനിൽ സർക്കാർ ഏതെങ്കിലും ജുഡീഷ്യൽ നിൽക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരാളായിരിക്കും കമ്മീഷനിൽ വരുന്നത്. അങ്ങനെ കമ്മീഷനിൽ വന്നു കഴിഞ്ഞാൽ ആ കമ്മീഷൻ എല്ലാ പാർട്ടിക്കാരുടെയും അഭിപ്രായം തേടും, പൊതുജനങ്ങളുടെയും ഒക്കെ അഭിപ്രായം തേടി അവർ വിശദമായ റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഇന്ന ജില്ലകളാണ് വിഭജിക്കേണ്ടത്, എങ്ങനെയാണ് വിഭജിക്കേണ്ടത്, അത് ഇന്ന ജില്ലയെ വിഭജിക്കാൻ അത് ജനസംഖ്യ കൂടുതലാണ്, അല്ലെങ്കിൽ അവിടെ ദൂരം കൂടുതലാണ്, അങ്ങനെ പല പല പറഞ്ഞ് അതിനെ ഇന്ന ജില്ലകൾ താലൂക്കുകൾ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ ഇന്ന ഒഴിവാക്കാം. അങ്ങനെ ഒരു റിപ്പോർട്ട് വെക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാവും പിന്നീട് തീരുമാനമൊക്കെ വരിക. അങ്ങനെയാണല്ലോ പത്തനംതിട്ട ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഒരു കമ്മീഷൻ വരുമ്പോ എല്ലാ വശങ്ങളും സ്റ്റഡി ചെയ്യുമല്ലോ. അതെ, അതിന്റെ നന്മകളും തിന്മകളും നോക്കുമല്ലോ. ഉറപ്പായി അതിന്റെ പ്ലസ് ആൻഡ് മൈനസ് നോക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് വേണോ വേണ്ടേ നല്ലൊരു തീരുമാനിക്കട്ടെ, അതല്ലേ നല്ലത്. അതെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. വേണോ വേണ്ടേ എന്നുള്ള കമ്മീഷൻ്റെ തീരുമാനം, കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്നുള്ളതാണ്. ശരി, ഫാദർ സാമുവലാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുമ്പോൾ കേരളത്തിൻ്റെ ജില്ലകൾ ഏറ്റവും അവസാനം വന്നത് ഈ കാസർഗോഡും പത്തനംതിട്ടയും വന്ന ശേഷം കേരളത്തിൽ ജില്ലകൾ വന്നിട്ടില്ല, പക്ഷേ ഇപ്പോഴും ആവശ്യം ശക്തമായി തന്നെ ഉണ്ട്? സാറേ, ആദ്യം ഫസ്റ്റില് ഹാപ്പി ഓണം ഓൾ ഓഫ് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ. പിന്നെ അങ്ങനെയുള്ള അസൗകര്യം വരുമ്പം അങ്ങനെ ജില്ല വേണ്ടി വരും സാറേ, മസ്റ്റായി. പക്ഷെ ഇപ്പം ഗവൺമെന്റ് ഇപ്പം തുടങ്ങിയിട്ടില്ലേ, സ്റ്റാർട്ടിങ്ങിലല്ലേ. അപ്പൊ അത് അവരാലോചിച്ച് അതെങ്ങനെയാണ് തീരുമാനമാക്കും. പിന്നെ ഇപ്പൊ ഒരു പ്രീവിയസ് അദ്ദേഹത്തിന് അയാളെല്ലാം 40 റെസ്പെക്ട് മേലെ ഡിസിപ്ലിൻ. ഇപ്പം പ്രധാനമന്ത്രിനെ ശകാരിച്ചിട്ട് ആ ജാനുവരി എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡറിനെ പിടിച്ചാത്താക്കി. അതേപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ആനന്ദാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ആനന്ദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കൊല്ലം ജില്ലയുടെ ഭാഗങ്ങൾ കൂടി വിഭജിച്ച് പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത് 1984 ഇപ്പോൾ വീണ്ടും ഒരു ജില്ലാ വിഭജന അജണ്ടയിലേക്ക് കേരളം കടക്കുകയാണോ? സാർ, അത് ഇങ്ങനെ അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നില്ല സാർ. അത് കാര്യം മറ്റൊന്നുമല്ല, നമ്മള് കേരളം ഇത്രയും ജില്ലകളുടെ എണ്ണം കൂട്ടിയും ചെയ്ത് കേരളം വികസിക്കുമോ? കേരളത്തിൽ പുതിയതായിട്ട് വികസനം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ചിലപ്പോ MLA-മാരുടെ എണ്ണം കൂടുമായിരിക്കും. MLA-മാരുടെ എണ്ണം കൂടുന്നില്ലല്ലോ, അത് കളക്ടർമാരുടെ എണ്ണം കൂടും, ജില്ലകളുടെ ആസ്ഥാനം മാറും, അത്രയൊക്കെ അല്ലേ? അപ്പൊ ആദ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സമിതിയെ വെച്ച് പഠിച്ച് അതിന്റെ മറ്റ് റിപ്പോർട്ടുകൾ തേടി അതിനുശേഷം മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമുക്ക് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കില്ലെന്നാണ് എന്റെ അഭിപ്രായം. ശരി,
ശ്രീ ചന്ദ്രനാണ്, ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ചന്ദ്രൻ, ഈ ഇടുക്കി ജില്ലയോട് തൊടുപുഴയൊക്കെ മാറ്റാൻ കഴിയില്ല എന്ന് പി ജെ ജോസഫ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയോട് ചേർന്ന് മൂവാറ്റുപുഴ കേന്ദ്രീയമാക്കി മറ്റൊരു ജില്ല കൂടി വരുന്നു എന്നുള്ള, അല്ലെങ്കിൽ അതിനനുകൂലമായൊരു നീക്കത്തിലേക്ക് മുഖ്യമന്ത്രി തന്നെ ചില പ്രസ്താവനകൾ നടത്തുന്നു. ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുന്നു എന്ന് പറയുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അത് പണ്ട് ഒരു MLA പറഞ്ഞു ഇങ്ങനെ പരിഗണിക്കാന്ന് പറഞ്ഞ് ഇരിക്കാൻ നേരത്ത് പറഞ്ഞു ഒരിക്കലും കൊടുക്കത്തില്ലെന്ന്. അതുപോലെ പിന്നെ ഈ നമ്മുടെ മാത്യു കുഴൽനാടിനോട് പറഞ്ഞു ഇത് പരിഗണിക്കാം, ജില്ല തരാമെന്ന് പറഞ്ഞ് ഇരിക്കാൻ നേരത്ത് ഒരിക്കലും ഇത് സമ്മതിക്കത്തില്ലെന്ന് വല്ലതും പറഞ്ഞോ? വല്ലതും കേട്ടോ കിരൺ? അത് വല്ലതും കേട്ടിരുന്നോ? വിളിക്കുന്ന ആരാണ്? വിളിക്കുന്നത് ഞാൻ തന്നെ. എനിക്ക് എന്റെ പേര് പറഞ്ഞാൽ തരുന്നില്ല ഇപ്പൊ, അത് കാരണം മാറ്റി വിളിച്ചത്. ഓക്കെ. ശ്രീ രാജൻ കൊല്ലത്തിന്റെ പേരെ ശബ്ദമൊക്കെ എത്രയോ കാലമായി കേട്ട് പരിചയമുള്ള ഒരാളിങ്ങനെ പേര് മാറ്റി പറഞ്ഞ് വിളിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എനിക്ക് തരുന്നില്ല. ഞങ്ങൾ തരാതെയൊന്നും ഇരിക്കുന്നില്ല. ഞങ്ങൾ ചില ഘട്ടത്തിലൊക്കെ താങ്കൾ അതിരുകിടക്കുമ്പോൾ മാത്രമാണ് ഇടപെടുന്നത്, അല്ലാതെ 6 മാസമായിട്ട് അതൊക്കെ വരും. ഞാൻ പ്രായമുള്ള ആളാ, ഇച്ചിരി ചൂടൊക്കെ വരും ചിലപ്പം. അങ്ങനൊക്കെയാ. റിട്ടയർ ചെയ്ത ആളാ, 70 ആകാറായി. 70 പ്രായമല്ല. രാഷ്ട്രീയത്തിലൊക്കെ 70 എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു മധ്യവയസ്സ് പോലും ആയിരുന്നില്ല. അതിപ്പോ മന്ത്രിസഭയിലായിരുന്നു. ഞാൻ ഇപ്പൊ മന്ത്രിയായിന്. കാരണം നടക്കാൻ വയ്യ, കണ്ണും കാണത്തില്ലെങ്കിൽ ഗവർണർ ആകാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു പണ്ടത്തെ യോഗ്യത. അതിപ്പോ എന്തോ ചെയ്യാൻ പറ്റും? ഇപ്പോഴും അത് തന്നെയാ. നടക്കാനും കണ്ണു കാണാനും വയ്യാത്ത ആൾ ഒപ്പിടാൻ അറിയാമെങ്കിൽ ഗവർണർ ആക്കുമായിരുന്നു. ശരി. ഇപ്പൊ ഈ സതീശൻ ഇരുന്നപ്പം ഇതൊരിക്കലും കൊടുക്കത്തില്ലെന്ന് പോലെ പറഞ്ഞൊന്ന് ഒന്ന് കേൾക്കണേ. അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരി, ഓക്കെ. ഓക്കെ. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്നും പ്രതികരിച്ചത്. ശ്രീ വർഗീസാണ്. എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ പേര് മാറ്റി പറയേണ്ടതില്ല. ആരായാലും സ്വന്തം പേരിൽ തന്നെ വന്ന് പ്രതികരിക്കുക എന്നുള്ളതാണ്. ചില ആളുകളെങ്കിലും അങ്ങനെ പേര് മാറ്റി പ്രതികരിക്കാറുണ്ട്. അതിൻ്റെ കാര്യമില്ല. ഞങ്ങളുടെ പേര് പറഞ്ഞ് നമുക്ക് പറയാനുള്ള അഭിപ്രായം നമ്മുടെ പേരിൽ തന്നെ പറയുക എന്നുള്ള, അവിടെയാണല്ലോ ഒരു ആർജവം എന്ന് പറയുന്നത്. അല്ലാതെ പേര് മാറ്റി പറയുന്നതിൽ കാര്യമില്ല. ശ്രീ വർഗീസാണ് പെരുമ്പാവൂരിൽ. ശ്രീ വർഗീസ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയാം, ഈ മൂവാറ്റുപുഴ ഒരു ജില്ല ഉണ്ടാകുക എന്നുള്ളത് കുറേ കാലമായിട്ട് വന്ന വാർത്തയൊന്നുമല്ല. കുറേ കാലങ്ങളായിട്ട് ഞാൻ കേൾക്കും. ഞാൻ ചെറുപ്പം തൊട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് മൂവാറ്റുപുഴ ജില്ല വരും, മൂവാറ്റുപുഴ ജില്ല വരുന്നു. പക്ഷെ ഇതേവരെ വന്നു കണ്ടില്ല. ഇപ്പൊ സതീശൻ പറഞ്ഞതും അതുകൊണ്ട് അങ്ങ് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 6 മണിക്കൂർ, ഞങ്ങൾ തൊട്ടടുത്ത് കഴിഞ്ഞാൽ പെരുമാറുന്ന ഞാൻ 10 കിലോമീറ്റർ മാറി മൂവാറ്റടിക്ക് നീങ്ങിയ മൂവാറ്റടിക്ക് പെരുമാറും കൃത്യത വരാം. അപ്പൊ തൊടുപുഴക്കാർക്ക് കോതകുളക്കാർക്ക് വലിയ പ്രയോജനമായിരിക്കും. പക്ഷെ ഇത് നടക്കാൻ പോണ കാര്യമാണോ? ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഒരു ഓണസ്റ്റണ്ട് അത്രയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങനെ എത്രയോ കാലങ്ങളായി പറഞ്ഞു വരുന്നു. ഇപ്പൊ മലപ്പുറം വിളിച്ചിരിക്കുന്ന പറഞ്ഞാൽ അന്നേരം അവിടെ തുടങ്ങൂലേ? ഇതൊന്നും നടക്കണ കാര്യമല്ല ഒരിക്കലും. ശരി, താങ്കൾ അങ്ങനെയാണ് കരുതുന്നത്, നടക്കുന്ന കാര്യമല്ല എന്നുള്ളത്. ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾ എങ്ങനെയാണ് ഈ ജില്ലാ വിഭജനം യഥാർത്ഥത്തിൽ ഒരു അനിവാര്യമായ ഒരു ഘട്ടത്തിലാണോ കേരളം നിൽക്കുന്നത്? കിരൺഭായി നമസ്കാരം. നമസ്കാരമുണ്ട്. ചാനൽ ടീമിനും ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ തരാണ്. ശരി, ഓക്കെ. നമ്മുടെ ഇവിടുത്തെ ഓണാഘോഷം നാളെയാണ്. ആയിക്കോട്ടെ, തുടങ്ങിയിട്ടില്ല. ഞാൻ നാളെ വിളിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അഡ്വാൻസായിട്ട് കൊടുക്കട്ടെ. ശരി, ശ്രീ ബാലന്റെ ഓണാശംസകൾ എല്ലാവരെയും നമ്മൾ അറിയിക്കാം. അതെ, ഈ ഭരണ സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ ജില്ല ആക്കുന്നുണ്ട്. ഞാൻ പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 70 കിലോമീറ്റർ വരണം പാലക്കാട്ടേക്ക് വരണം. താലൂക്ക് പാലക്കാടായിരുന്നു. അങ്ങനെ അറിയാലോ, ഒറ്റപ്പാലം താലൂക്ക്. അങ്ങനെ തിരിച്ച് പാലക്കാട് ജില്ല. അപ്പൊ അത് ഒരു താലൂക്കാണെങ്കിലും വേണം ഏതാണ്ട് 3/4 ഭാഗം. അങ്ങനെയാണ് പട്ടാമ്പി താലൂക്ക് ഉണ്ടായത്. ഈ താലൂക്കിനെ പോലെ തന്നെയാണ് ജില്ലയുടെ പരിധി. ജില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പോ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ 16 MLA-മാരുള്ള ഒരു മണ്ഡലമാണ് ജില്ലയാണ് മലപ്പുറം. ഈ പാലക്കാട് ഈ ഭാഗത്ത് ഗ്രാമത്തോളം കണ്ട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് കൊണ്ടോട്ടിയും രാമനാട്ടുകാരുടെ അടുത്തെത്തുമ്പോൾ ഒരു ഏതാണ്ട് ഒരു 1/2 ദിവസം ഓടണം. അപ്പൊ കൂടുതൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഒരു ഭരണ സുതാര്യതയ്ക്ക് വേണ്ടി മാറുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അതിൽ ഈ ജാതീയ പരിഗണന, മതപരിഗണന, രാഷ്ട്രീയ സമ്മർദ്ദം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ജനങ്ങളുടെ പരിഗണിക്കാനാണ് ചെയ്യുന്നത്, ഒരു ബോധ്യം ഉണ്ടായാൽ മതി. അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ബാലൻ. അത്തരം സമുചിതമായ പരിഗണനകളല്ല ജില്ലാ വിഭജനത്തിൽ വേണ്ടത് എന്നുള്ള പോയിന്റ് കൂടിയാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, ഈ മലപ്പുറം ജില്ലയൊക്കെ വിഭജിക്കണം എന്നുള്ള ആവശ്യം കുറേ കാലമായി നിൽക്കുന്നതാണ്. ഇപ്പോൾ ഈ മൂവാറ്റുപുഴ കേന്ദ്രമാക്കി ഒരു ജില്ല വരുന്നു, അതിനുള്ള ഒരു അനുകൂലമായ നിലപാട് മുഖ്യമന്ത്രി തന്നെ എടുക്കുമ്പോൾ സ്വാഭാവികമായും മലപ്പുറം വിഭജനമൊക്കെ അതിൽ വരുമല്ലോ. ഇതൊക്കെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നാണോ? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്.
ആദ്യമായിട്ട് ചെയ്യേണ്ട ഈ സർക്കാർ ചെയ്യേണ്ട ഇവിടുത്തെ വിലക്കുറവ്, ഇവിടെ വിലക്കയറ്റം നിയന്ത്രിക്കുക ചെയ്യേണ്ടി. 1 കിലോ പഞ്ചസാരക്ക് 72 രൂപയായി. അതേപോലെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുകയാണ്. പിന്നെ ഈ സമയത്ത് കുറെ ജില്ല ഉണ്ടാക്കിയോണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. മലപ്പുറം ജില്ല കുറെ മുമ്പ് തന്നെ വിഭജിക്കണം എന്നും പറഞ്ഞ് ഓരോ സംഘടനകളൊക്കെ പറഞ്ഞിരുന്നു. അത് കാലക്രമേണ മതി. ആദ്യമായിട്ട് ഇവിടുത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുക. റേഷൻ പീടിയിലായിരിക്കും വില അറിയിക്കണേ, എല്ലാ സ്ഥലത്തും വിലയാണ്. അപ്പോ ഈ ഓണം പ്രമാണിച്ച് വലിയൊരു ഉത്സവമാണ്. ഈ ഉത്സവത്തിന് എല്ലാ സ്ഥലത്തും വില കൂടുതലാകുമ്പോ അത് കുറക്കാനുള്ള വല്ല കാര്യം ഇപ്പൊ പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി സാറിന് ഒരു അഭിനന്ദനം ചെയ്യുന്നുണ്ട്. അങ്ങനെ വല്ലതും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതൊരു വലിയ കാര്യമല്ല. ഞാൻ അതിക്ക് ഓരോ കളക്ടർമാർ ഓരോ ഓഫീസും വേറുള്ളതും മറ്റും മറിച്ചും ഒക്കെ വന്ന് വലിയ പണച്ചെലവാണ്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ആദ്യം വിലക്കയറ്റം നിയന്ത്രിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും പ്രതികരിച്ചത്. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, ഈ ജില്ലാ വിഭജനം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ എളുപ്പമാണ്, ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ കുറിച്ച്. പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങൾ, വ്യത്യസ്തമായ മറ്റു പല താല്പര്യങ്ങളൊക്കെ ഇതിൽ കടന്നു വരും. അത്ര എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ല അത്. അത്തരമൊരു നീക്കത്തിലേക്ക് കേരളം ഇപ്പോൾ പോകേണ്ട അവസ്ഥയിലാണോ? തീർച്ചയായും കിരൺ, ഇത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം ആണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. നമ്മുടെ പുതിയ തലമുറയ്ക്ക് അത് അത്ര കണ്ട് ഓർമ്മ വരുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ പത്തനംതിട്ട ജില്ല രൂപീകരിച്ചതും അതിന്റെ പിന്നിലുള്ള വലിയൊരു ചരിത്രവും കരുണാകരന്റെ ഒരു വാഗ്ദാനവും അവിടുത്തെ പത്തനംതിട്ട MLA-യുടെ ഒരു അങ്ങേയറ്റത്തെ ഒരു ചലഞ്ചും ഒക്കെ താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ. അത്തരത്തിലുള്ള അദ്ദേഹം ഒരു ഇലക്ഷനിൽ അദ്ദേഹത്തോട് കരുണാകരനോടൊപ്പം വേണ്ടി വെച്ച ഒരു ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത്. അതുപോലെയുള്ള MLA-മാരും ആർജവമുള്ള ജനപ്രതിനിധികളും ഉണ്ടെങ്കിൽ ഇത് അപ്രാപ്യമായ കാര്യമൊന്നുമില്ല, നടക്കുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്, ഇത് സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ കൂടുതലാണ്, അവിടെ രൂപീകരിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. പക്ഷെ മൂവാറ്റുപുഴ എറണാകുളം ജില്ലയുടെ കണക്ക് എനിക്കറിയില്ല. ഒരുപക്ഷെ മുഖ്യമന്ത്രി എറണാകുളം ജില്ലക്കാരനായതുകൊണ്ട് മൂവാറ്റുപുഴ ചിലപ്പം ജില്ലയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് അതിന് മൈലേജ് ഉണ്ടാകുന്ന വിഷയമായതുകൊണ്ട് അതാക്കും. അപ്പോൾ ഒപ്പം തന്നെ മലപ്പുറത്തിന്റെ കാര്യം നടക്കും. ചുരുക്കി പറഞ്ഞ് 2 UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ അതിശയിക്കാനൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇവിടുത്തെ വിഷയം അത് മാത്രമല്ല. നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ അടുക്കുമ്പോൾ ഇപ്പൊ തന്നെ വാർഡുകളൊക്കെ വിഭജിച്ചല്ലോ. ജനങ്ങൾക്ക്, പഞ്ചായത്ത് മെമ്പർമാർക്ക് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ പഞ്ചായത്തുകൾ വിഭജിച്ചത്. വാർഡുകളൊക്കെ വിഭജിച്ചല്ലോ, വാർഡുകളുടെ എണ്ണം കൂടി. അതുപോലെ ഇത് നടക്കും. കാരണം വാർഡുകളുടെ വിഭജനം സാധ്യമാകുമെങ്കിൽ ജില്ലയുടെ ഭരണസിരാ കേന്ദ്രം ഡിവൈഡ് ചെയ്ത് ഭരണം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടി ജില്ലകൾ രൂപീകരിക്കുന്നത് കൊണ്ട്, പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നത് കൊണ്ട് അശാസ്ത്രീയമായ കാര്യമൊന്നുമില്ല. ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് വരുന്നത് കൊണ്ട് അർത്ഥമൊന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് മറ്റന്നാൾ ഉത്തരാടം മാത്രമല്ല, നബിദിനം കൂടെയാണ്. അപ്പൊ എന്റെ എല്ലാവർക്കും കിരണിനും അതുപോലെ തന്നെ ന്യൂസ് 18 TV-ക്കും എന്റെ നബിദിന ഓണ ആശംസകൾ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ ചാത്തന്നൂരിലെ ഈ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ടൊരു പരാതി ഞങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. മെനഞ്ഞാന്ന് ഞങ്ങളുടെ ഇവിടെ ഈ ജാഗ്രതാ സമിതി വിളിച്ചിരുന്നു. പൊതുപ്രവർത്തകർ, എക്സൈസ്, ജനപ്രതിനിധികളെല്ലാം കൂടി ചേർന്നിട്ട് ജാഗ്രതാ സമിതി ചാത്തന്നൂർ സിവിൽ സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. അന്നൊരാണ് നമുക്ക് മനസ്സിലായതില്ല. പാറ്റൻ രാജു ഒരു സിനിമയെ പറഞ്ഞാണ് മലപ്പുറം കത്തി പാറ്റൻ ടാങ്ക് എന്ന് പറഞ്ഞാൽ തൂഫാൻ ഉണ്ടായിട്ട് ഇവിടെ ചാത്തന്നൂർ മണ്ഡലത്തിന്റെ തൂഫാന്റെ ഉൾപ്പെടെയുള്ള എക്സൈസിന്റെ ഇത്തരത്തിലുള്ള ലഹരി ആക്ടിവിറ്റീസ് ഏകോപിപ്പിക്കുന്ന എന്നാലും നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടി അവിടെ കൂടുതലാണെങ്കിൽ അതുകൂടി റിപ്പോർട്ട് ചെയ്യാം. ശ്രീ എൽദോ ബാബു മൂവാറ്റുപുഴയിൽ നിന്നാണ്. ശ്രീ എൽദോ ബാബു, നിങ്ങൾ എങ്ങനെയാണ് ഈ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ഒരു ജില്ല വന്നാൽ ഈ മൂവാറ്റുപുഴയുടെ വികസന മുരടിപ്പും പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്റെ പേര് എൽദോ ബാബു വട്ടക്കാവൻ എന്നാണ്. മൂവാറ്റുപുഴ ജില്ലാ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. ജില്ലയെ കുറിച്ച് പറയും. ജില്ലാ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. ജില്ലാ ക്യാമ്പയിൻ കമ്മിറ്റി. ഇതിനു വേണ്ടിയുള്ള ഒരു പൊതു കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. നമ്മൾ മൂവാറ്റുപുഴ ജില്ലയെ കുറിച്ച് പറയുമ്പോൾ ഈ കുട്ടമ്പുഴ പോലെയുള്ള പഞ്ചായത്തുകളെ കൂടി പരിഗണിക്കണം. അതായത് കോതമംഗലം താലൂക്കിലുള്ള കുട്ടമ്പുഴ പഞ്ചായത്തിൽ എറണാകുളം ജില്ലയ്ക്ക് അകത്തായിട്ട് പോലും ഇതുവരെ മൊബൈൽ ടവർ ഇല്ലാത്ത, മൊബൈൽ റേഞ്ച് ഇല്ലാത്ത ആദിവാസി കുടികളുണ്ട്. ഇപ്പോഴും പാലമില്ലാതെ, കൃത്യമായി ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇല്ലാത്ത പ്രദേശങ്ങൾ ഈ കുട്ടമ്പുഴ പഞ്ചായത്തിനകത്തുണ്ട്. അപ്പൊ കോതമംഗലം താലൂക്കിനകത്ത് വരെ പ്രദേശങ്ങൾ, ഒറ്റപ്പെട്ട പ്രദേശങ്ങളുണ്ട്. ജില്ലാ ആസ്ഥാനമായി കാക്കനാട് എത്തണമെങ്കിൽ 5 മണിക്കൂർ 6 മണിക്കൂർ എത്തേണ്ട സ്ഥലം ഈ ജില്ലയ്ക്കകത്ത് ഉണ്ട് എന്ന യാഥാർത്ഥ്യമുണ്ട്. ജില്ലാ കളക്ടറിന്റെ സാന്നിധ്യമില്ലാതെ പൊതുകാര്യങ്ങളിൽ മൂവാറ്റുപുഴ മേഖല നേരിടുന്ന പ്രതിസന്ധികളും വികസന മുരടിപ്പും ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ലാതെ മൂവാറ്റുപുഴ ടൗണിൽ നിന്നും കേവലം എറണാകുളത്തൊക്കെ ദൂരമല്ല
ജില്ലയ്ക്കകത്ത് കണക്കാക്കേണ്ടത് ഈ എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങൾ വികസന പിന്നോക്കടി ഉണ്ടായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ 50-60 കൊല്ലത്തെ ആയിട്ടുള്ള പൊതുവിഷയമാണ്. 1968 മുതൽ ഞങ്ങൾ മൂവാറ്റുപുഴ ജില്ലയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളാണ്. ലീഡർ കെ കരുണാകരൻ കേരളത്തിൽ അടുത്ത ജില്ല ഉണ്ടാവുകയാണെങ്കിൽ മൂവാറ്റുപുഴ ജില്ല ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ച 40 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ വിഷയം പറയുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മൂവാറ്റുപുഴക്കാരും കോതമംഗലംകാരും പറവടക്കം. ഭാവിയിൽ ചിലപ്പോൾ തൊടുപുഴ താലൂക്ക് ഉൾപ്പെടെ ഈ ജില്ലയ്ക്ക് അത് വരേണ്ട സാഹചര്യമുണ്ട്. അപ്പൊ ഇത് ഏറ്റവും ന്യായമായ ആവശ്യമാണ്. ശരി, താങ്കൾ അങ്ങനെ ഒരു ആവശ്യവുമായി ഉന്നയിച്ച് സമരമുഖത്തുമൊക്കെ പ്രചരണ രംഗത്തുമൊക്കെ നിൽക്കുന്ന ആൾ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹം പറയുന്നു. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഇതിനിടയിൽ വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി ഒന്ന് വായിക്കാം. സുനിമോൾ ആർ പറയുന്നു, കിരൺ, ന്യൂസ് 8-ന് സമ്പദ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓണാശംസകൾ. സുനിമോൾക്കും കുടുംബത്തിനും പരിചയക്കാർക്കുമെല്ലാം തിരിച്ചും ഓണാശംസകൾ നേരുകയാണ്. കുറേ പേര് ഓണാശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇഡ്ലിയും സാമ്പാറും കയറ്റുമതി ചെയ്തു എന്ന് നുണ പ്രചരിപ്പിക്കുന്നുവെന്ന് പ്രമോദ് നാണു പറയുന്നു. പട്ടിണി, ദാരിദ്ര്യം, അന്ധവിശ്വാസങ്ങൾ, അനാരോഗ്യം എന്നിവ ഇല്ലാത്ത ഒരു കേരളം വാഗ്ദാനം ചെയ്യാൻ തയ്യാറുള്ള സോഷ്യലിസ്റ്റ് ചിന്തകളുള്ള ഭരണപരിഷ്കാരങ്ങളാണ് വേണ്ടത്, പുതിയ ജില്ലകളല്ല എന്നാണ് ഡോക്ടർ MB മണിയുടെ അഭിപ്രായം. അതോടൊപ്പം തന്നെ മറ്റ് ചില അഭിപ്രായങ്ങൾ കൂടിയുണ്ട്. നമസ്കാരം കിരൺ, സുഖമാണോ? നോ ഡേയ്സ് വൈ ദർ ഇസ് നോ പൊതുവേദി നോട്ടിഫിക്കേഷൻ ഇൻ യൂട്യൂബ് എന്ന് പറയുന്നത്. യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ ശ്രദ്ധിക്കാം. അത് എന്തെങ്കിലും യൂട്യൂബിൻ്റെ സാങ്കേതിക തകരാറാണോ മറ്റേതെന്നാണ് അതിന് അവരോട് പറയാം. സാധാരണ നോട്ടിഫിക്കേഷൻ നമ്മൾ എല്ലാ ദിവസവും ഇടുന്നതാണ്. എന്തെങ്കിലും ദിവസം പറ്റിപ്പോയോ എന്ന് എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിക്കാം. തളിപ്പറമ്പ് ജില്ല, പയ്യന്നൂർ ജില്ല, ശ്രീകണ്ഠാപുരം ജില്ല, ഞങ്ങൾക്കും വേണം. ആരോടാ ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് സന്തോഷ് പാരിപ്പായി പറയുന്നത്. ഫർദർ ഡിവിഷൻ ഓഫ് കേരള ഡിസ്ട്രിക്ട് വിൽ ബി ലൈക്ക് ബ്രേക്കിംഗ് പപ്പടം എന്നാണ് ശ്രീജു കിരിയത്ത് പറയുന്നത്. പലപ്പോഴും ബ്രേക്കിംഗ് പപ്പടം എന്തായാലും കൊള്ളാം. പുതിയ ജില്ല വരുന്നതിനേക്കാളും ഇപ്പോഴത്തെ ജില്ലകളെ വികസിപ്പിച്ചെടുക്കുകയല്ലേ വേണ്ടതെന്ന് സുനിമോൾ ചോദിക്കുന്നു. സുനിമോൾ വന്നതിൽ സന്തോഷമൊക്കെ അറിയിക്കുന്നുണ്ട് ശശിധരൻ പിള്ള. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പറയുന്നു, ഓൾ ദി ടീം മെമ്പേഴ്സ് ഓഫ് ന്യൂസ് 18 മൈ ഹേർട്ടി ഹാപ്പി ഓണം എന്നൊക്കെ ഉണ്ണികൃഷ്ണൻ അറിയിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്കളുടെ കുടുംബത്തിനും തിരിച്ച് ഓണാശംസകൾ. 39 ജില്ലയാക്കി കേരളത്തെ മാറ്റണം, പിന്നെ ആരും ഇവിടെ പുതിയ ജില്ലയ്ക്ക് വേണ്ടി ഒച്ച ഉണ്ടാക്കില്ലല്ലോ എന്നാണ് പ്രസാദ് KV പറയുന്നത്. കിരൺ, പാലക്കാട് വിഷ് ടീം ന്യൂസ് 18 ഹാപ്പി ഓണം. മിനിമം മര്യാദ ഫ്രം യുവർ സൈഡ് വാസിൻ വിഷ് ടു ബാച്ച് ഹാപ്പി ഓണം എന്ന് പറയുന്നു. എന്തായാലും താങ്കൾക്കും തിരിച്ച് ഹാപ്പി ഓണം. റെയിൽവേ ഡിവിഷൻ വീണ്ടും വെട്ടിക്കൊണ്ടുപോയി, ആർക്കും പ്രതിഷേധമില്ല എന്ന് AK കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. വയനാട് എന്നൊരു പാവം ജില്ലയുണ്ട്, അവരുടെ ദയനീയാവസ്ഥ പരിഹരിക്കുമെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. കിരൺ മനു, കൃത്യമായ സമയത്ത് കമൻറ്റ് വായിക്കും, താങ്കൾ അത് ചെയ്യുന്നില്ല. താങ്കൾ അങ്ങനത്തെ അലർജി ഉണ്ടോ? വിളിച്ചാൽ കിട്ടാത്ത എന്നെപ്പോലെയുള്ളവരെ അവോയ്ഡ് ചെയ്യരുതെന്ന് പ്രാധാന്യം തരണമെന്നാണ് സന്തോഷ് പാരിപ്പായി പറയുന്നത്. സന്തോഷ് പാരിപ്പായുടെ നേരത്തെ കമൻറ്റുകളൊക്കെ വായിച്ചു എന്നാണ് കരുതുന്നത്. കേരളത്തിന് ജനസംഖ്യ താഴേക്കാണ്, അതുകൊണ്ട് ഇനി ജില്ലകൾ ആവശ്യമില്ല എന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. മുരളീധരൻ നായർ നമസ്കാരമൊക്കെ പറയുന്നു. പിരിക്കുന്ന നികുതിയുടെ 85% ശമ്പളവും പെൻഷനുമായി നൽകുന്നു. സർക്കാർ ജീവനക്കാർ ചെയ്യുന്ന പകുതി ജോലിയും അക്ഷയ വഴിയാണ് നടക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിൽ ജില്ലകളുടെ എണ്ണവും ജീവനക്കാരെയും കുറയ്ക്കണമെന്നാണ് സലീം VA പറയുന്നത്. അങ്ങനെ കുറച്ച് അഭിപ്രായങ്ങളും കുറേ ഹാപ്പി ഓണങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ചെറിയ ഇടവേള കൂടിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം.
അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ്. ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളി പാടി കേരളത്തിൽ ജില്ലകൾ വിഭജിച്ച് പുതിയ ജില്ലകൾ രൂപീകരിക്കാനായി ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ ഉടൻ നിയോഗിക്കുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത്. കേരളത്തിലെ മൂവാറ്റുപുഴയിൽ പുതിയൊരു കേന്ദ്രമാക്കി പുതിയൊരു ജില്ല എന്നുള്ള ആവശ്യത്തോട് പോസിറ്റീവായിട്ടാണ് മാത്യു കുഴൽനാടൻ്റെ ആവശ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ശ്രീ ബിനോയാണ് കൊല്ലത്ത്. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെ കരുതുന്നു? ഈ പുതിയ ജില്ലകൾ കേരളത്തിൽ വരേണ്ട ഒരു ഘട്ടമാണോ, അതോ ജില്ലകൾ വരുന്നതാണോ ഒരു കേരളത്തിൻ്റെ ചില പ്രദേശങ്ങളുടെ വികസന മുരടിപ്പിനൊക്കെ ഒരു പരിഹാരം? നമസ്കാരം കിരണ്. നമസ്കാരം. ഓരോ ഗവൺമെന്റ് വരുമ്പോൾ ഓരോ വികസനങ്ങൾ ഉണ്ടാകും. ഈ പുതിയ ജില്ല വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാന്യനായ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ആലോചനയിലുണ്ട്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞത്. ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം ആയാലും തിരുവനന്തപുരം ജില്ലയിൽ ഒരു കളക്ടറേറ്റിൽ ആവശ്യമായിട്ട് പാറശാലയിലുള്ള ഒരാൾ വരണമെങ്കിൽ അയാൾ കുറേ ദൂരം യാത്ര ചെയ്യണം. അതേപോലെ തന്നെ ഓരോ സ്ഥലത്ത് ഇപ്പൊ എറണാകുളത്ത് ഈ ആവശ്യം ഉന്നയിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു 48 വർഷമായെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതൊരു നല്ല തീരുമാനമാണ്. ഓരോ ഗവൺമെന്റുകൾ മാറി മാറി വരുമ്പോൾ അവരുടെ പുതിയ ചിന്തയും പുതിയ പരിപാടികളും ഒക്കെ ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് UDF ഗവൺമെന്റ് സമയത്ത് 1984 നിങ്ങൾ പറഞ്ഞതുപോലെ കാസർഗോഡ് ജില്ല ഉണ്ടായത്. അന്നും UDF ഗവൺമെന്റാണ് അത് അംഗീകരിച്ചു കൊടുത്തത്. കാരണം ഈ ഗവൺമെന്റിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് MLA-മാർക്കും പൊതുജനത്തിനും ഇതുമായിട്ടുള്ള കമ്മീഷനർക്കും ഒക്കെ മനസ്സിലാകുന്നത് കൊണ്ടാണ് ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടും ഒരു നല്ലതാണ്, വികസനത്തിന് നല്ലതാണ്. കുറച്ച് ആളുകൾ മാത്രമുള്ളപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. 14 ജില്ല എന്നുള്ളത് എന്റെ അഭിപ്രായത്തിൽ ഒരു 20 ജില്ലയെങ്കിലും ആകണം. ഇപ്പൊ തിരുവനന്തപുരം വെട്ടിമുറിക്കേണ്ടത് അത്യാവശ്യമാണ്, മലപ്പുറം അത്യാവശ്യമാണ്, അതേകണക്ക് തന്നെ എറണാകുളം ഇപ്പോൾ അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെയൊക്കെ എറണാകുളത്ത് ഒന്നുമില്ല 32 ലക്ഷം ആളുകൾ എറണാകുളത്ത് അധിവസിക്കുന്നുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതുവരെ മൊബൈൽ ടവറോ ഇലക്ട്രിസിറ്റിയോ എത്താത്ത സ്ഥലം വരെ എറണാകുളം ജില്ലയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ തീരുമാനം അത് മാത്യു കുഴൽനാടനോട് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞത് നോക്കാം, പരിഹരിക്കാം, കാണാമെന്ന് പറഞ്ഞാൽ പോരാ. ഉറപ്പായിട്ടും ഈ ഗവൺമെന്റ് ഈ എറണാകുളം ജില്ലയെ വെട്ടിമുറിച്ച് 2ആക്കി കൊടുക്കണം. മൂവാറ്റുപുഴ ജില്ല വരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നത്തെ ഈ തിരക്കിന്റെ യാത്ര ചെയ്യാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. 14 എന്നുള്ളത് 20 കളക്ടറേറ്റ് ആവട്ടെ, 20 IAS വരട്ടെന്നേ, അത് നല്ലതല്ലേ? എന്തുകൊണ്ടും നല്ലതാണ്. അതല്ലാതെ MLA-മാര് കൂടുകയോ MP-മാര് കൂടുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളുടെ നാട്ടിലെ കാര്യങ്ങൾ വളരെ എളുപ്പമാകും. അതാണ് ഇതിന്റെ ഒരു ആശയം. മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്ക് പരിഹരിക്കാം. ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ കൃത്യമായ റിപ്പോർട്ട് ആലപ്പുഴ ജില്ലയുടെ അത്രയും മതി, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും കിരണ. അതാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു വ്യാപാരി വ്യവസായി കോൺഗ്രസ് എന്നുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ എറണാകുളം ജില്ലയൊക്കെ വിഭജിച്ച് മൂവാറ്റുപുഴ ജില്ല എന്നുള്ള ഒരു ആവശ്യം, അത് ഏറെക്കാലമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അത്തരമൊരു ആവശ്യത്തിന് അനുകൂലമായ രീതിയിൽ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെ ജില്ലാ വിഭജനം ഒരു വികസന മുരടിപ്പിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലങ്ങളുടെ വികസന മുന്നേറ്റത്തിനൊക്കെ സഹായിക്കുന്ന ഒന്നാണോ? അതെ, എറണാകുളം ജില്ല എന്നേ വിഭജിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ ഈ ഓണത്തിന്റെ തിരക്ക് തന്നെ കണ്ടിട്ടുണ്ടല്ലോ. ഈ ടൗണിൽ കിടന്നുകൊണ്ട് എല്ലാം കൂടി അവിടെ നിന്നുള്ള പലവരും അതിന്റെ ഇടയിൽ കൂടി ഔദ്യോഗിക ആവശ്യം അർജന്റിക്ക് ഒരാളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബ്ലോക്കിലൊക്കെ പെട്ട് എന്തുമാത്രമാണ് ബുദ്ധിമുട്ട്. പിന്നെ കിഴക്കമ്പലം ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ആ സ്ഥലങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പുരോഗമിച്ചു. കിറ്റക്സ് ഒക്കെ ഇരിക്കുന്ന ആ സ്ഥലങ്ങൾ, അതിന്റെ സ്ഥലങ്ങൾ മുഴുവൻ പേര് അറിഞ്ഞൂടെ, കിഴക്കമ്പലം മാത്രമേ എനിക്ക് അറിഞ്ഞൂടൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എറണാകുളം ജില്ല ഇറ്റ് ഈസ് ഹൈ ടൈം
അത് വിഭജിക്കേണ്ടത്. പിന്നെ ഇപ്പൊ കണ്ടില്ല ഈ പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഇതിൽ സ്ഥാപിത താല്പര്യങ്ങൾ കടന്നു വരുന്നത്. മൂവാറ്റുപുഴ തൊടുപുഴ എന്ന് പറയാണ്ട് ട്വിൻ സിറ്റി വാരി അടുത്തുള്ള, അതുകൊണ്ട് തൊടുപുഴ ഗ്രാജുവലായിട്ടും ഹൈ റേഞ്ചിലുള്ള സ്ഥലമല്ലത്. അതുകൊണ്ട് അത് മൂവാറ്റുപുഴയോട് ചേർക്കേണ്ട, മൂവാറ്റുപുഴ ജില്ലയിൽ തന്നെ വരും. അപ്പോഴേക്കും ഇന്ന് ഞാൻ താങ്കളുടെ ന്യൂസിലാണ് കണ്ടത്, ന്യൂസിൽ ആരോ അതിൽ ചേർക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇടുക്കി ജില്ലയിൽ തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട്, അപ്പൊ ഇടുക്കി ജില്ലയ്ക്ക് അത്രയ്ക്ക് ഒരു ചെറിയ ആശ്വാസം കിട്ടും. അതൊന്നും ഒരു എക്സ്ട്രാ എക്സ്പെൻസസ് ആയിട്ട് കണക്കാക്കണ്ട. കാരണം കേരളത്തിന്റെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അത്രയും വലുതാണ്. ഞാൻ ആന്ധ്രയിൽ നിന്ന് കുറെ വർഷം, പഴയ അവിഭക്ത ആന്ധ്ര എന്നേ ആ സംസ്ഥാനം കേരളത്തിൽ 30,000 സ്ക്വയർ കിലോമീറ്റർ ഉള്ളൂ. ആന്ധ്ര എന്ന് പറഞ്ഞാൽ 2,50,000, പഴയ അവിഭക്ത ആന്ധ്ര 2,50,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. എന്നേ അത് രണ്ടാക്കേണ്ടതായിരുന്നു. അത് കാരണം അതിന്റെ വികസനത്തിന്റെ മുരടിപ്പ് അതിന്റെ ഗ്രാമങ്ങളിലെ കിടക്കുന്നതുള്ള നമുക്ക് കഷ്ടം തോന്നും. അവിടെ ചില സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്, തെലങ്കാനയിലൊക്കെ കിടക്കുന്ന കണ്ടാല്. അപ്പൊ ഇതാരും എതിർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായിരിക്കും. പക്ഷെ അതിനോടുള്ള ഇച്ഛാശക്തി ഉണ്ടോ പലരും പറഞ്ഞാൽ കേൾക്കേണ്ടി വരുമോ, അതൊക്കെ വേറെ വിഷയം. എനിക്കറിഞ്ഞുകൂടാ അതിനെ കുറിച്ചിട്ട്. പിന്നെ മലപ്പുറം ജില്ലയുടെ കാര്യം, ജനസംഖ്യ ഉണ്ട്, പക്ഷെ അവിടെ പറയത്തക്ക ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എറണാകുളത്തിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ, കാരണം ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട്. ശരി, ഓക്കെ. അങ്ങനെ ഒരാൾ എനിക്ക് ഇന്ന കാര്യമാണ് കൃത്യമായി അറിയാവുന്നത്, ഇന്ന കാര്യം അറിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ പല ആളുകളും അങ്ങനെയല്ല, അറിഞ്ഞ കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും എല്ലാം അഭിപ്രായം പറയുമ്പോൾ ശ്രീ ഡേവിഡ് വിജയൊക്കെ അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ അഭിപ്രായം തുറന്നു പറയുന്നത്. അവിടെയാണ് ഒരാളെ കൂടുതൽ നമുക്ക് ബഹുമാനിക്കാൻ തോന്നുന്നത്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ജില്ലകൾ ഇനിയും പുതിയ ജില്ലകൾ വരേണ്ട ഒരു ഘട്ടത്തിലാണോ കേരളം നിൽക്കുന്നത്? ആദ്യമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട ന്യൂസ് 18 പ്രവർത്തകർക്കും ഓണാശംസകൾ നേരുകയാണ്. കൂടെ നബിദിനാശംസകളും നേരുകയാണ്. രണ്ടും സമ്മേളിക്കുന്ന ദിനമാണ് വരാൻ പോകുന്നത്. അതെ, കേരളത്തിൽ എന്തായാലും താങ്കളുടെ ആശംസകൾക്ക് പ്രത്യേക നന്ദി. ഏതായാലും ജില്ലകൾ വരേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ ജില്ലകൾ വിഭജിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും കൊണ്ടുവന്നാലല്ലേ വികസനമാകുന്നുള്ളൂ. അങ്ങനെയല്ല വികസനം കൊണ്ടുവരേണ്ടത്. അപ്പൊ പല ജില്ലകളിലും, മലപ്പുറം ജില്ല, തിരുവനന്തപുരം ജില്ല, എറണാകുളം ജില്ല, ജനങ്ങളെ അത്രമാത്രം ജനസാന്ദ്രതയുള്ള വലിയ പ്രദേശങ്ങളുള്ള ജില്ലകളൊക്കെ ജില്ലാ വിഭജനം വരുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ഭരണപരമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും അത് ജനങ്ങൾക്ക് സൗകര്യപ്രദമായി തീരുവാനും ചെയ്യും എന്നും. ഇപ്പൊ ജില്ല വരുമ്പോൾ താലൂക്ക് വരും, താലൂക്ക് വരുമ്പോൾ വില്ലേജ് വരും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാക്കുന്ന ജനങ്ങളുടെ ഒരു സൗകര്യമുണ്ടല്ലോ, അവരുടെ ഒരു വല്ലാത്ത ആ ജീവിത നിലവാരം ഉയർന്നു വരുന്നത്. കാരണം ഒരു സംഗതിക്ക് വേണ്ടി ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്ത് എത്തിയാൽ പിന്നെയും 4 തവണ പോയാലും ആ പേപ്പറുകളോ ആ കടലാസുകളോ നീങ്ങാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ മാറി വന്നാൽ തൊട്ടടുത്ത് ജില്ലാ കേന്ദ്രങ്ങൾ വരികയും അതേപോലെ തന്നെ താലൂക്ക് കേന്ദ്രങ്ങൾ വരികയും വില്ലേജ് കേന്ദ്രങ്ങൾ വരികയും ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സൗകര്യമുണ്ടല്ലോ, അവർക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത സംഗതി ഉണ്ടല്ലോ. അതൊക്കെ എന്തിനാണ് ഇതിന് വലിയ വിവരിക്കുകയോ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം അതല്ലെങ്കിൽ മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അതാത് പ്രദേശത്തിലെ ആളുകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആവശ്യപ്പെടേണ്ട സംഗതികൾ ആര് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നതിനേക്കാൾ നമ്മൾ ചെയ്തു എന്നതിലേക്ക് ഈ ഒരു സംഗതി കൊണ്ടുവരണം. മലപ്പുറം ജില്ലയിലെ എവിടെ നിന്ന് ഏതേതൊരു സ്ഥലത്തു നിന്നാണ് മലപ്പുറത്ത് കളക്ടറേറ്റിൽ എത്തേണ്ടത്? അതേപോലെ തന്നെ എറണാകുളത്തായാലും തിരുവനന്തപുരത്തായാലും. അപ്പൊ ആ സൗകര്യങ്ങൾ വരുന്നത് എന്താണ്? ആ സൗകര്യം വരുന്നത് ഗുണകരമല്ലേ? നാടിന് ഗുണകരമല്ലേ? അപ്പൊ 14 ജില്ലകളുള്ളത് ഒരു 18ഓ 19ഓ 20ഓ ആയാൽ പ്രയാസമില്ലല്ലോ. ഒരു 20 IAS ഉദ്യോഗസ്ഥന്മാര് കളക്ടർമാരായി വരുന്നേരം അത് ആ കളക്ടറേറ്റിൽ നടക്കുന്ന ഇപ്പൊ വീർപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ വളരെ ലളിതമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിയുമല്ലോ. അപ്പൊ ജനങ്ങൾക്ക് അത് സൗകര്യപ്രദമാകുമല്ലോ. അങ്ങനെയാണല്ലോ വികസനങ്ങൾ കൊണ്ടുവരേണ്ടത്. നാടിന്റെ വികസനം പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞത് ഗ്രാമങ്ങളിലൂടെ വികസനമാണ് ഈ രാജ്യത്തിന്റെ വികസനം എന്നാണ്. ആ മഹാനായ ഗാന്ധിജിയുടെ ആ വാക്കുകളെല്ലാം അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്ന് അന്വർത്ഥമാകുകയാണ്. അപ്പം ഇത്രയും മാത്രം ജനസാന്ദ്രതയുള്ള ആളുകൾക്ക്
ജനസൗകര്യമുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തിനാണ് ഉണ്ടാക്കിയത്? എന്തിനാണ് മലപ്പുറം ജില്ലക്ക് ആവശ്യപ്പെടുമ്പോൾ അത് മുസ്ലിങ്ങളെ വല്ലാത്ത രീതിയിൽ അവഹേളിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും വല്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ അല്ല വേണ്ടത്. ജനങ്ങളുടെ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. ഏതെങ്കിലും ഒരു ജില്ല വിഭജിക്കുമ്പോൾ അതിനെ മതപരമായിട്ടുള്ള കാര്യത്തിലല്ല കാണേണ്ടത്. ശ്രീ റഷീദ് കൊയിലാണ്ടിയാണ് പ്രതിനിധി. ശ്രീ ഷാജിയാണ് പത്തനംതിട്ട. ശ്രീ ഷാജി, ഈ പത്തനംതിട്ട ജില്ല നിങ്ങളുടെ ജില്ലയാണ് ഏറ്റവും അവസാനം വന്ന, പത്തനംതിട്ടയും കാസർഗോഡുമാണ് ഏറ്റവും അവസാനം വന്ന രണ്ട് ജില്ലകളിൽ 84-ൽ. അതിന് ഒരുപാട് പ്രക്ഷോഭമൊക്കെ നടന്നതാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി. ഇപ്പോൾ അതുപോലെ ഈ മൂവാറ്റുപുഴക്കാരും നെയ്യാറ്റിൻകരക്കാരും മലപ്പുറത്തിൻ്റെ ചില ഭാഗങ്ങളുമൊക്കെ പുതിയ ജില്ലകൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ ജില്ല വന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? നമസ്കാരം. ഓണാശംസകൾ നേരുന്നു ന്യൂസ് 18-ലുള്ള മുഴുവൻ ആളുകളും. എന്റെ വഴിയായിട്ട് ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ജില്ല വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ പത്തനംതിട്ടക്കാർക്ക്? എന്തോ സാറേ, എന്തോ പ്രയോജനം ഇവിടെ? അത് ഇവിടെ എന്തോ പ്രയോജനം എന്തോ പറ. ഞാൻ ചോദിച്ചാണ് പത്തനംതിട്ടക്കാരൻ എന്ന നിലയ്ക്ക്. എന്തിനിവിടെ പത്തനംതിട്ട ജില്ലയുണ്ടല്ലോ, ഇനിയും പത്തനംതിട്ടയ്ക്ക് പുതിയ ജില്ല വേണോ? പത്തനംതിട്ടയ്ക്ക് പുതിയ ജില്ലയുടെ കാര്യമല്ലേ ചോദിച്ചത്. പത്തനംതിട്ട ഒരു പുതിയ ജില്ല വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനം വേണ്ട. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നല്ല അടിപൊളി മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ജനങ്ങളെ ഭരിക്കുന്ന അടിപൊളി മുഖ്യമന്ത്രി ഉണ്ടല്ലോ. ശരി, ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പ്രതിയാച്ച ശ്രീ ഷാജിയാണ്. ഞാൻ പറയുന്നുണ്ട്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ജില്ല ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയും തിരുവനന്തപുരം ജില്ലയും ഇടുക്കി ജില്ലയും ഇത് മൂന്നാണ് കാര്യമായിട്ട് വിഭജിക്കണം എന്ന് പറയുന്നത്. ഇത് ചെറിയ പൈസ പോലല്ലോ കിരൺ ബാബു. ഇപ്പൊ ഞാൻ പറയാ, കണ്ണൂർ ജില്ലേന്റെ ആസ്ഥാനത്തേക്ക് കൊട്ടിയൂരിന്ന് ഒരാൾക്ക് 70 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോ കൊട്ടിയൂരുകാരൻ പറയുന്നത് ഒന്ന് വിഭജിച്ച് ഇരിട്ടി ഒന്നാക്കണമെന്നേ പറ്റൂ. ഇപ്പൊ ബിനോയൊക്കെ പറയുന്നത് അത്ര നിസ്സാരമാണ്. 14 20 ആയിക്കോട്ടെ, എന്നാ 40 ആയിക്കോട്ടെ, കുറച്ചുകൂടെ സൗകര്യമാവുമല്ലോ. ഇത് ചെറിയ പൈസ പോലെ കിരൺ ബാബു. ഇത് നമ്മൾ ചെറിയ കുഞ്ഞ് മക്കൾ പറയുമ്പോഴല്ലേ ഇവരെല്ലാം പറയുന്നത്. ഇപ്പൊ ബിനോയൊക്കെ വ്യാപാരി വ്യവസായ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ്. അയാൾക്ക് ഇതിന്റെ കണക്കൊന്നും അറിയില്ല. നിസ്സാരമായിട്ട് 20 ആയിക്കോട്ടെ, എന്നാ പിന്നെ എന്റെ അഭിപ്രായം 40 ആയിക്കോട്ടെ. ഇതൊന്നിപ്പോ തൽക്കാലം നടക്കാത്ത കാര്യമാണ്. നമുക്ക് ഇപ്പൊ എല്ലാ ഓൺലൈനിലെ കാര്യങ്ങൾ, സകല കാര്യങ്ങൾ ഓൺലൈനിലാണ്. ഇപ്പൊ ആടെ പോയേ പറ്റൊന്നുമില്ല. കുറെ വിട്ടുവീഴ്ചയൊക്കെ തയ്യാറാവുക, വലിയ പൈസ ഇല്ലാതെ ആകെ ബുദ്ധിമുട്ടൊക്കെ സമയത്ത് ഇതിനു വേണ്ടി ഒരു 1000 കോടി രൂപ പരിപാടി ഉണ്ടാവും. ഇപ്പൊ 3-5 ജില്ല ഉണ്ടാക്കുമ്പോൾ ചെറിയ പരിപാടിയല്ല. ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അങ്ങനെ പോട്ടെ. ഇത് വീഴ്ചക്കണമെന്നല്ല, വീഴ്ചക്കണം. ഇപ്പൊ താൽക്കാലികമായിട്ട് അങ്ങനെ വിലയേറിയതാണ്. എല്ലാവരും അത്തരം വികാരങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരു പുതിയ ജില്ല രൂപീകരിക്കുക എന്ന് പറയുമ്പോൾ അത് മാറിയ കാലത്ത് വേണോ എന്നുള്ള ചോദ്യമുണ്ട്. ഭൂരിഭാഗം സർക്കാർ സേവനങ്ങളും അത് ഓൺലൈനിലേക്ക് വന്നു കഴിഞ്ഞു. മുൻകാലങ്ങളിലാണെങ്കിൽ ചെറിയൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പോലും കളക്ടറേറ്റുകളിൽ ആളുകൾ കയറി ഇറങ്ങേണ്ട അവസ്ഥ, ദീർഘദൂരം പോകേണ്ടി വരുന്ന അവസ്ഥ. ഇന്നിപ്പോൾ അങ്ങനെ സാധാരണ ജീവിതത്തിൽ വേണ്ട മഹാഭൂരിപക്ഷം സർട്ടിഫിക്കറ്റുകളോ സർക്കാരിനെ കൊണ്ടുള്ള ആവശ്യങ്ങളോ ഒക്കെ ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും വരുന്നില്ല എന്നല്ല, പക്ഷേ അതിൻ്റെ ഒരു അളവ് വളരെ വലിയ അളവിൽ കുറഞ്ഞിട്ടുണ്ട്. പുതിയ കാലത്തിൻ്റെതായ മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ പണം, ഇത്ര അധികം പണം ഈ ഒരു ഘട്ടത്തിൽ ചെലവഴിക്കണോ എന്നുള്ളൊരു ചോദ്യമൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും അതും വാലിഡായ ഒരു ജില്ല രൂപീകരിക്കാനൊക്കെ വേണം എന്ന് പറയുമ്പോൾ വാലിഡായ ഒരു പോയിന്റ് കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നമുക്ക് വേഗത്തിൽ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഓണാശംസകൾ, നിരവധി പേര് ഓണാശംസകൾ അറിയിച്ചിരിക്കുന്നു. പാളയം ജില്ല, ഈസ്റ്റ് ഫോർട്ട് ജില്ല എന്നൊക്കെ ഷിജു കിരിയത്ത് പറയുന്നുണ്ട്. മുരളീധരൻ സാറിനും കുടുംബത്തിന് ഹൃദയം നിറഞ്ഞ ഓണാശംസകളൊക്കെ ശശിരൻപിള്ള പറയുന്നു. എല്ലാവരും ഇന്ന് വിളിക്കുന്നില്ല, അല്പം തിരക്കിലാണെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. ഓണത്തിരക്കിലാണ് എന്ന് തോന്നുന്നു. എന്തായാലും പരസ്പരമുള്ള സംഭാഷണങ്ങളുണ്ട് ഇടയ്ക്ക്. കിരൺ, എൻ്റെ നാടിൻ്റെ പേര് മാറ്റരുത്, പാരിപ്പായി അല്ല പരിപ്പായി. ക്ഷമിക്കണം ശ്രീ പരിപ്പായി, സന്തോഷ് പരിപ്പായി. ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നത് എനിക്ക് ആ പേര് എൻ്റെ ധാരണക്കുറവ് കൊണ്ടാണ്. ഇനി പരിപ്പായി എന്ന് തന്നെ ശ്രദ്ധിച്ച് വായിക്കാൻ ശ്രദ്ധിക്കാം. പരിപ്പായിയാണ്. സന്തോഷ് പരിപ്പായിയോട് ആവർത്തിച്ച് സന്തോഷ് പരിപ്പായി എന്ന് തന്നെ പറയുന്നു. ചേട്ടൻ്റെ ഓണം എവിടം വരെ എത്തി എന്നൊക്കെ സുരിമോള് ചോദിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ശശിരൻപിള്ളയോടാണെന്ന് ചോദിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഹാപ്പിയായി പോകുന്നു എന്ന് ശശിരൻപിള്ള പറയുന്നു. ജില്ലാ വിഭജനം മലപ്പുറത്തെ ജിഹാദികളായ SDPI, ജമാഅത്തെ ഇസ്ലാമി, സമസ്ത തുടങ്ങിയ സംഘടനകൾക്ക് വേണ്ടിയാണ് എന്ന് ഒരു അഭിപ്രായം ഒരാൾ പറയുന്നു. അത് അഭിപ്രായം പറഞ്ഞ ആളുടെ പേര് കൂടി നോക്കട്ടെ. അത് ശിവൻ കാരോളിൽ ആണ്. ശ്രീ ശിവൻ കാരോളില, ഈ SDPIക്കും
ഒക്കെ എന്താണ് ഇതിനകത്ത് കാര്യം? അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട കാര്യമല്ലേ? എന്ത് കാര്യം മലപ്പുറം എന്ന് കേൾക്കുമ്പോഴും താങ്കൾക്ക് ഈ അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നത് അത് മോശപ്പെട്ട ഒരവസ്ഥയാണ് എന്നതുകൂടി ജിഹാദികൾ എന്നൊക്കെ പറഞ്ഞ ആളുകളെ വിശേഷിപ്പിക്കുക, ജമാഅത്തെ ഇസ്ലാമി സമസ്ത തുടങ്ങിയ സംഘടനകൾക്ക് കീഴടങ്ങിയെന്നാണോ? ജമാഅത്തെ ഇസ്ലാമി സമസ്തയൊക്കെ ഓരോ സംഘടനകളല്ലേ, അവർക്കും ആവശ്യങ്ങളില്ലേ? കേരളത്തിലെ എല്ലാ സംഘടനകളെ പോലെ അവർക്കും ആവശ്യങ്ങളുണ്ട്, അവരുടെ ആവശ്യങ്ങളും ചർച്ച ചെയ്യണം, അവരുടെ കൂടി ചെയ്യുന്ന നാടല്ലേ ഇത്? അല്ലാതെ താങ്കൾ അവരെ എന്തോ ഒരു മോശപ്പെട്ട ആൾക്കാരായി, അങ്ങനെ ആരെയും മോശപ്പെട്ട ആൾക്കാരായി കാണേണ്ടതില്ല, ആരെയും അങ്ങനെ ജിഹാദികളെന്നൊന്നും വിളിച്ച് ആക്ഷേപിക്കേണ്ടതും കാര്യമില്ല. അത് മോശപ്പെട്ട ഒരു പ്രവണതയാണ് താങ്കളുടേതെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ശ്രീ ശിവൻ കാരോളിനോട്. അതോടൊപ്പം തന്നെ നമസ്കാരം കൂടി എല്ലാവർക്കും ഓണാശംസയൊക്കെ, സുനിൽകുമാറും എല്ലാവർക്കും ഓണാശംസയൊക്കെ നേരുന്നുണ്ട്. അങ്ങനെ നിരവധി ഓണാശംസകൾ കൂടി വരുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ ഒക്കെ ഒരു ഓണത്തിൻ്റെ തിരക്കിലാണ് എന്ന് നമുക്കറിയാം. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് കൂടി സമയമായിരിക്കുന്നു. വളരെ വേഗത്തിൽ മടങ്ങി വരാം. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാതിർച്ചൂരി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് തോന്നുന്നു ഈ ഒരു മൂവാറ്റുപുഴ കേന്ദ്രമാക്കിയ ഒരു ജില്ല വേണമെന്നുള്ള ഒരു ആവശ്യത്തോട് അനുകൂലമായി സർക്കാർ പ്രതികരിക്കുന്നു? അങ്ങനെ ഒരു ജില്ല വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തിനൊക്കെ ഒരു വികസന കുതിപ്പുണ്ടാകുമോ? നമസ്കാരം. നമസ്കാരം. സാറേ, എനിക്ക് പറയാനുള്ളത് ജില്ല വരുന്നതിൽ നല്ല പ്രായോഗിക ബുദ്ധിയുള്ള രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. ജില്ലകൾ വരുന്നതും, കാരണം നമുക്കറിയാം ഭരണശിലാ കേന്ദ്രങ്ങളിലും പിന്നെ മലയോര പ്രദേശങ്ങളിൽ അധികാരം കൂടുതൽ ചെല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ജില്ലകൾ കൂടി വരും, തീർച്ചയായിട്ടും അധികാര കേന്ദ്രങ്ങൾ കൂടുതൽ വരികയും ചെയ്യും. അവിടെ മലയോര പ്രദേശങ്ങൾ, ആദിവാസി മേഖല, ഇങ്ങനെയൊക്കെ മേഖലകളിൽ ഇപ്പോഴും വീടുകൾ ഒന്നും കറണ്ടും ഒന്നും ചെല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും ജില്ലാ കളക്ടർമാരോ അങ്ങനെയുള്ള ലേ ഓഫീസർമാരൊന്നും എത്തിച്ചേരാത്ത സ്ഥലങ്ങളാണ്. അപ്പൊ ജില്ല വിഭജനം വരുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് വരും. പിന്നെ നമുക്കറിയാം മെഡിക്കൽ കോളേജിൽ ഒരു ജില്ലയല്ല 2-3 ജില്ല കൂടിയാലും അത്രയും മെഡിക്കൽ കോളേജിൽ വരാൻ സാധ്യതയുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ വേണ്ടത് പറഞ്ഞാൽ അസുഖങ്ങളാണല്ലോ വരുന്നത്. അതിനെയൊക്കെ ചികിത്സിക്കാൻ സൗകര്യമായിട്ട് വരുന്നതും എല്ലാം വരുന്നതും ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് എത്ര എങ്ങനെ പ്രായോഗികമാകും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വിഷയം. നമുക്ക് അതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായം പറയുന്നത്, ഈ തിരുവനന്തപുരം പോലുള്ള ഭരണശിലാ കേന്ദ്രങ്ങൾ തീർച്ചയായിട്ടും കോട്ടയം ജില്ലയിലോ എറണാകുളം ജില്ലയിലോ വരുന്നതല്ല, തലസ്ഥാനത്തേക്ക്. കാരണം വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നവർക്കും അതുപോലെ തന്നെ കാസർഗോഡ് കണ്ണൂരിൽ നിന്ന് വരുന്നവർക്കും ഇതിന്റെ ഈ കേരളത്തിന്റെ മധ്യഭാഗത്തൊരു രീതിയിലേക്ക് ആ ഭരണശിലാ കേന്ദ്രങ്ങൾ വരുവാണെങ്കിൽ, നിയമസഭ പോലുള്ള ഭരണശിലാ കേന്ദ്രങ്ങൾ വരുവാണെങ്കിൽ അതായിരിക്കും ഒരു പ്രായോഗികമായ ഒരു ബുദ്ധി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം. ശ്രീ അജയകുമാറാണ്, രാമപുരം. കോട്ടയം രാമപുരമാണോ അതോ ഹരിപ്പാട് രാമപുരമാണോ? കോട്ടയം ജില്ലയെ പാലായിക്കോട്ടെ. ശരി, ഓക്കെ. രാമപുരം എന്നുള്ള പേര് പല സ്ഥലങ്ങളിലുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചു. രാമപുരം പല സ്ഥലങ്ങളിലുണ്ട് സാർ. പക്ഷേ ഇതിപ്പോൾ പാലായിക്ക് അടുത്തുള്ള പാലായി ഞങ്ങള് മാണി സാറിന്റെ പ്രശസ്തമായ സ്ഥലം തന്നെയാണല്ലോ. എന്തായാലും താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു പുതിയ ജില്ല എന്നുള്ള ആവശ്യം അത് ഒരു അനിവാര്യമായതാണോ? ശ്രീ അജയകുമാർ പറഞ്ഞോളൂ. എന്തോ ഒരു കണക്ഷനുള്ളൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു. അത്രോ അത് കുഴപ്പമില്ല, ഇപ്പൊ കേൾക്കാം. പറഞ്ഞോ. ഞാൻ പറയുന്നത് മൂവാറ്റുപുഴ, അതായത് നമ്മള് നേര്യമംഗലത്തിനടുത്ത് ഉള്ള ഒരാൾക്ക് ഒരു ജില്ലാ തലത്തിലേക്ക് ഒരു ആവശ്യത്തിന് പോകണമെങ്കിൽ അതിന് എറണാകുളം, കാക്കനാട് ഒക്കെ പോകണം. ഒരുപാട് യാത്രാ ദുരിതങ്ങളാണ്. ഒരു മൂവാറ്റുപുഴ ജില്ല എന്ന് പറഞ്ഞാൽ അതിപ്പം അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് കളക്ടറേറ്റിൽ പോകേണ്ട ആവശ്യം, അങ്ങനെ നേരിട്ട് ഓഫീസുകൾ പോകേണ്ട ആവശ്യം വളരെ കുറച്ച് ആളുകൾക്ക് അല്ലേ മുമ്പ് കാലത്തുണ്ടായിരുന്നതിന്റെ ഒരു 10-1 പോലും വരുന്നുണ്ടോ? ഇപ്പൊ ഇല്ലല്ലോ. ഇല്ല. പക്ഷേ കളക്ടറേറ്റിൽ പോകേണ്ട ഓരോ കേസുകൾ വരുമ്പോൾ അതിനവിടെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് അങ്ങനെ വല്ലപ്പോഴും മുൻകാലങ്ങളെ പോലെ അത്ര ആവശ്യമില്ലാതെ വരുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു ആവശ്യം അവിടെ പോകണം എന്ന് പറഞ്ഞ്
അതിനുവേണ്ടി ഒരു ജില്ല രൂപീകരിക്കുക, അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ? അതിനുവേണ്ടി മാത്രം ഒരു ജില്ല രൂപീകരിക്കാനല്ല ഞാൻ പറയുന്നത്. അവിടെയുള്ള ജനങ്ങളുടെ, അതായത് കുട്ടമ്പുഴ മേഖല മുതൽ ഞാൻ പോയി, ഞാൻ 15 വർഷം കോതമംഗലത്ത് ജോലി ചെയ്തതാണ്. അപ്പൊ അങ്ങനെ അവർക്കുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറയുന്നത്. അവിടെ ഞാൻ ബുദ്ധിമുട്ട് അറിഞ്ഞതാണ്. എനിക്ക് അവിടെ ബുദ്ധിമുട്ടില്ല, ഞാൻ അവിടെ റെന്റിന് താമസിക്കുമല്ലേ, അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അവിടെ സ്ഥിരതാമസമുള്ള ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾക്കും ഈ എറണാകുളം പോകേണ്ടതൊക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ട്. ഞാൻ വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്. എനിക്ക് 1000 രൂപ വണ്ടിക്കൂലി കിട്ടുന്നതാണ്. ശരിക്കും എനിക്ക് ഡെയിലി വണ്ടി ഓടിക്കുന്നതിന് 1000 രൂപ കിട്ടുന്നതായിരുന്നു. പക്ഷേ ഞാൻ അതല്ല, എൻ്റെ 1000 രൂപ അല്ല ഉദ്ദേശിച്ചത്. അവിടെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ്. കുട്ടമ്പുഴ, ആ ഇടമല, അങ്ങനെ ആ ഇടമലയാർ ഭാഗങ്ങളെല്ലാം ഉൾപ്പെട്ടതാണ്. അതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണത് ഈ എറണാകുളത്തേക്കുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ യാത്രാ ദുരിതവും അത്രയും ട്രാഫിക്കും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ മൂവാറ്റുപുഴ ഒരു ജില്ലയാവുകയാണെങ്കിൽ ഇവർക്ക് ഈ ദുരിതങ്ങളെല്ലാം മാറി മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ഇപ്പൊ കോതമംഗലത്തൊരാൾക്ക് ഈ ഒരു മൂവാറ്റുപുഴ ആസ്ഥാനത്തേക്ക് വരണമെങ്കിൽ 12 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതിയല്ലോ. അതുപോലെ തന്നെ നേര്യമംഗലത്തൊരാൾക്ക് 20 കിലോമീറ്റർ യാത്ര ചെയ്താൽ മൂവാറ്റുപുഴ വന്ന ആവശ്യങ്ങൾ കളക്ടറെ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു സാഹചര്യം അല്ലേ ഇപ്പം അങ്ങനെയാണ്. ശ്രീ ജനമിത്രയാണ് ഹരിപ്പാട് നിന്ന്. ശ്രീ ജനമിത്ര, താങ്കൾ പേര് മറ്റൊന്നല്ലേ? ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, അതുകൊണ്ടാണ്. ജനമിത്രൻ തന്നെയാണ് പേര്. താങ്കളുടെ പേര് തന്നെയാണ് താങ്കളുടെ പാർട്ടിക്കും? അതെ അതെ. ശരി ശരി, പറഞ്ഞോളൂ. ഞാൻ ജനമിത്രയുടെ ഒരു അംഗമാണ്. ഇപ്പൊ നമ്മുടെ ഒരു ഹരിപ്പാട് കേന്ദ്രീകരിച്ച് ജില്ല വേണമെന്നുള്ള ആവശ്യമുണ്ടോ? ഇല്ലില്ല, ജില്ലയല്ല, നമുക്കിപ്പോ ഖജനാവ് നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ 3 മാസമായില്ലേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 3 മാസമായില്ലേ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ പദ്ധതി തുടങ്ങാറായിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഹണിമൂൺ പീരീഡ് ആണെന്ന് പറയരുത് ദയവ് ചെയ്ത്. കാരണം നമ്മൾ 69 വർഷമായിട്ട് നമ്മൾ ഈ സംസ്ഥാനത്തെ കാണുന്നുണ്ട്, നമ്മൾ ഈ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ സർക്കാരുകളും വന്ന് 5 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകും, വീണ്ടും നമ്മൾ വോട്ട് കൊടുക്കും, ജയിപ്പിക്കും ഏതെങ്കിലും ഒരു സർക്കാരിനെ അധികാരത്തിലേറ്റ്. ഏതെങ്കിലും ഒരു പദ്ധതി, നമ്മുടെ ഖജനാവ് നിറയ്ക്കാൻ ഉതകുന്ന ഒരു പദ്ധതി ആരെങ്കിലും തിരഞ്ഞെടുക്കുന്നുണ്ടോ? ഇപ്പൊ ഈ നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ പറയട്ടെ. ശരി ശരി, അതിലോട്ടാ വരുന്നത്. ജില്ല രൂപീകരിക്കുന്നു, ചെലവില്ലേ? ചെലവുണ്ടോ? പുതിയ ജില്ല രൂപീകരിക്കുമ്പോ ചെലവുണ്ടോ? പറഞ്ഞോളൂ താങ്കൾ. ഉണ്ടോ ഇല്ലയോ? പിന്നെ ചെലവില്ലാതെ പുതിയ ജില്ല രൂപീകരിക്കാൻ പറ്റത്തില്ലല്ലോ. സാറേ, അതിന് നമ്മുടെ വരുമാന സ്രോതസ് എന്താണ്? ഇതാണ്ട് ഇപ്പൊ പ്രിയദർശിനി പരിപാടി ഞാൻ അന്ന് പോയിരുന്നു, പ്രിയദർശിനിയുടെ ഉദ്ഘാടനത്തിന് പോയിരുന്നു. പിന്നെ അതിന് മുൻപ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെ കണ്ട് ഞങ്ങളും വീണ്ടും അഭ്യർത്ഥിച്ചിരുന്നു. നമ്മുടെ നിധി കുംഭത്തിന്റെ കാര്യങ്ങളെ പറ്റി ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോഴും ജനമിത്ര നൽകാൻ തയ്യാറാണ് സർക്കാർ. ഒന്ന് ഞങ്ങൾക്ക് എസ് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ഖജനാവ് നിറയ്ക്കാനുള്ള പദ്ധതികളുമായിട്ട് ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മള് അധിക ചെലവ് വരുത്താതെ. ശ്രീ സുനിൽകുമാറാണ് വിളിക്കുന്നത്. ശ്രീ സുനിൽകുമാർ, ഇടുക്കിയിൽ നിന്നാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പുതിയ ജില്ലകൾ വേണം എന്നുള്ള ആവശ്യം ഒരു ഭാഗത്ത്, അതിനനുകൂലമായ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, എന്താണ് താങ്കളുടെ അഭിപ്രായം? അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഇന്ന് ഈ ടെക്നോളജി ഒക്കെ ഇത്ര വിജയിച്ച് കിടക്കുന്ന ഈ കാലത്ത് നമ്മൾ ഒരു ജില്ല വെച്ചുണ്ടാക്കി അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കി സ്വാർത്ഥന്മാരായി പോകുന്നതിനും അതിനകത്ത് പോകുന്ന ചെലവാക്കുന്ന കാശിനും ഒന്നും അനുകൂലിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇഷ്ടം പോലുള്ള ടെക്നോളജി വിജയിച്ചു കഴിഞ്ഞില്ല. ഏത് ആളെയും ഏത് മൂലയിൽ നിന്ന് എവിടെ പോലും പോകാതെ പോലും ഒരു അപേക്ഷ പോലും തീർത്തു കൊടുക്കാൻ പറ്റുന്ന ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. അത് എത്തിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം നോക്കണ്ടേ? അതിന് മുടക്കുന്ന അതേ കാശ് നല്ല തൊഴിലില്ലാത്ത യുവാക്കൾ ഇവിടുന്ന് രാജ്യം വിട്ടു പോകുന്നുണ്ട്, അവരെ സംരക്ഷിക്കാൻ നോക്കുക, അവർക്ക് വേണ്ടി മുടക്കാൻ നോക്കുക. ആ രീതി ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ അതാ ഏറ്റവും വലിയ വിജയം. അല്ലാതെ കുറെ എന്താ പറയാ ഓരോരോ ജില്ല ഉണ്ടാക്കി ആൾക്കാർ ഇതാക്കി അത് കുറെ മത അടിസ്ഥാനത്തിലാക്കി മാറ്റുകയും മതങ്ങൾക്ക് മാത്രം ചെയ്തി തിരിഞ്ഞ് കുത്താനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീമതി സരസമ്മയാണ് തോട്ടപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്.
ശ്രീ സരസമ്മ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കൂടുതൽ ജില്ലകൾ വരുന്നത് അവിടുത്തെ വികസനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുമോ, അതോ ഈ പുതിയ കാലത്ത് സേവനങ്ങൾക്കൊക്കെ ഓഫീസുകൾ പോകാതെ വീട്ടിൽ നിന്ന് തന്നെ സേവനങ്ങൾ കൂടുതലും ലഭ്യമായ ഒരു കാലത്ത്, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ സേവനങ്ങൾ അങ്ങനെ വരാൻ പോകുന്ന ഒരു കാലത്ത് അങ്ങനെ ജില്ലാ വിഭജനം അല്ലെങ്കിൽ പുതിയ ജില്ലകളുടെ ആസ്ഥാനത്തേക്ക് പോകാനുള്ള സൗകര്യം എന്നൊക്കെ പറഞ്ഞ് ജില്ലകൾ രൂപീകരിക്കേണ്ടതുണ്ടോ? ശ്രീമതി സരസമ്മ പറയാം, കേൾക്കാമോ? പറഞ്ഞോളൂ. ശ്രീമതി സരസമ്മ TV മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ, എന്റെ ശബ്ദം ഓഫാക്കിയിട്ട് പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത്, ഞാനൊരു പ്രായമുള്ള തള്ളയാ, എങ്കിൽ പോലും ഞാൻ പറയുക, ഇപ്പൊ ഉള്ള ജില്ലയിലെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇനിയും വർഷങ്ങളുണ്ടല്ലോ, അത് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോഴേ ഇത്രയും ജില്ലയിലുള്ള കാര്യങ്ങൾ പോലും കറക്റ്റായിട്ട് ചെയ്യാൻ ഈ 3 മാസത്തിനകം സാധിച്ചിട്ടില്ല. ഞാനൊരു 72 വയസ്സുള്ളൊരു തള്ളയാ. എല്ലാ മാസവും ഓണത്തിന് രണ്ട് പെൻഷൻ കിട്ടുന്ന 2 മാസത്തെ, ഇത്തവണ 1 കിട്ടിയ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ രാഷ്ട്രീയം നോക്കി മാത്രം സംസാരിക്കുകയല്ല, ഞാനൊരു ആരുമില്ലാത്തൊരു തള്ളയാ, മനസ്സിലായോ? അത് കറക്റ്റായിട്ട് ഞാൻ സത്യസന്ധമായിട്ടും സംസാരിക്കുക. അപ്പോൾ ഉള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ ആദ്യം ശ്രദ്ധിക്കുക. പിന്നീട് ഇനി 1 മാസമോ 2 മാസമോ കൊണ്ട് തീരുന്നതല്ല, വർഷങ്ങൾ ഇനിയും കിടക്കുക. അതൊന്ന് മനസ്സിലാക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ആദ്യം ഇരിക്കുന്നതിന് മുമ്പ് കാര്യം നീട്ടാനില്ല ശ്രമിക്കേണ്ടത്. അത് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. എനിക്കിതേ പറയാനുള്ളത്. കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? കേൾക്കുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. TV വഴി ഒരുപാട് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. എന്നിട്ട് TV അനങ്ങുന്നില്ലല്ലോ. അത് ഇപ്പോൾ നമ്മൾ ശബ്ദം ഓഫ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് എല്ലാവരും ബാക്കിയുള്ള ആളുകളൊക്കെ കേൾക്കുന്നുണ്ട്. ശ്രീമതി സരസമ്മ, താങ്കൾ പറഞ്ഞ അഭിപ്രായം എന്തായാലും കേട്ടിട്ടുണ്ട് ആളുകളൊക്കെ, അധികാരികളടക്കം അത് കേൾക്കും. ശ്രീ സുനിൽകുമാറാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ രാജഗോപാലാണ്. ശ്രീ രാജഗോപാൽ, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, നമസ്കാരമുണ്ട് ശ്രീ രാജഗോപാൽ, പറഞ്ഞോളൂ. തിരുവനന്തപുരം മാറ്റി നെയ്യാറ്റിൻകര ഒരു ജില്ല വേണം എന്നുള്ള ആവശ്യം കൂടിയുണ്ട്. കേട്ടില്ല. വരുമ്പോഴേ ഒരുപാട് ഇത് വരുമല്ലോ, അതിനുള്ള ഗുണങ്ങൾ കിട്ടുമല്ലോ ആ ജില്ലക്ക്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്നാലും ജില്ലകൾ കൂടുതൽ വരണം, അല്ലെങ്കിൽ ചില മേഖലകളിലെങ്കിലും വികസനത്തിന് ജില്ലകൾ അനിവാര്യമാണ്. ജില്ലാ ആസ്ഥാനങ്ങളോ കളക്ടറേറ്റിൽ പോകുന്നവരുടെ ബുദ്ധിമുട്ടുകൾ, ഒരു ജില്ലയുടെ ആസൂത്രണത്തിൽ ചില മേഖലകൾക്ക് പിന്നാക്കം നിൽക്കുന്ന മേഖലകൾക്ക് കിട്ടേണ്ട പ്രത്യേക പരിഗണന, ഇതിനൊക്കെ ജില്ലകൾ ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയവരും, അതോടൊപ്പം തന്നെ പുതിയ കാലത്ത് മുൻകാലങ്ങളിൽ ഒരു 10 വർഷം മുമ്പ് ഓഫീസുകളിൽ, സർക്കാർ ഓഫീസുകളിൽ പോകേണ്ട കാര്യങ്ങളുടെ 10-1 തവണ അല്ലെങ്കിൽ 10-1 ആളുകൾക്ക് പോയാൽ മതി. പുതിയ കാലത്ത് മഹാഭൂരിപക്ഷം സർട്ടിഫിക്കറ്റുകളും നേരിട്ട് ഓൺലൈൻ വഴി കിട്ടുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. ഇനിയും കൂടുതൽ കാലം മുന്നോറുന്നതോടും കൂടുതൽ സർട്ടിഫിക്കറ്റുകളും ഒക്കെ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നമ്മുടെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്കൊക്കെ വരുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഈ അവിടെ പോകണം എന്നുള്ളൊരു പ്രയാസമാണോ, അതോ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ടോ? അങ്ങനെ വ്യത്യസ്തമായ തലത്തിൽ നിൽക്കുന്ന വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചു പ്രേക്ഷകരെ ഒരു വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടേതായ ആംഗിളുകളിൽ നിന്നും പരിചയത്തിൽ നിന്നും അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും ഒക്കെ ആയിരിക്കും ചിന്തിക്കുക. അത്തരം അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് വന്നത്. എന്തായാലും ഇതല്ല, ഇനി ഒരു കമ്മീഷൻ വരുന്നെങ്കിൽ കമ്മീഷൻ പഠിച്ചിട്ട് വേണമെന്ന് ചോദിക്കട്ടെ. ഏറ്റവും രസകരമായി കൂടിയും അല്ലെങ്കിൽ കൗതുകം കൂടി തോന്നിയത്, ഉള്ള ജില്ലകളൊക്കെ നന്നാക്കിയിട്ട് പോരെ, ഇനി പുതിയ ജില്ല എന്നുള്ള ശ്രീമതി സരസമ്മയുടെ ചോദ്യം കൂടിയാണ്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റു വിഷയമായി.